സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളെ, സാദാത്യങ്ങളെ, ഉലമാക്കളെ, മുത്താലിമുകളെ, ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ശേഷം ബുഖാരിന്റെ 25 കൊല്ലത്തിന്റെ ചരിത്ര നിങ്ങൾ മുമ്പിൽ അവതരിച്ചു. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനിനെ നിലനിർത്താൻ കേരളത്തിൽ നിന്ന് എത്രയോ കൊല്ലങ്ങളായി സേവനം ചെയ്ത് ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കേരളത്തിലുള്ള മുസ്ലിംമാർ എത്തിക്കഴിഞ്ഞു. ഞാൻ വരുമ്പോ കുറച്ച് താമസിച്ചു പോയി. വഴി മാറി എത്തിയത് മുസ്ലിയാരങ്ങാടിക്ക. അവിടെ ഞാൻ ഗ്ലാസ് അങ്ങ് ഇറക്കിയിട്ട് ചോദിച്ച അരീക്കോട് ബുഖാരിയിലേക്ക് പോകണമെന്ന് പറയുമ്പോ, എന്തെത്താ നിങ്ങള് കാട്ടിക്കൂട്ടണേ, മുസ്ലിയാരങ്ങാടിക്ക് വന്നല്ലോ, അൽഹംദുലില്ലാ നിങ്ങൾ മൊയ്ലാമാരെ മന്ത്രിയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പോയെന്ന്. ഇന്നല്ല, അന്ന് എന്റെ ഷേഖ് മടൂർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ ചെവിയിലുണ്ട്. ഇത് ഇത്രക്ക് നിൽക്കൂല, 300 കോടിക്കൊന്നും നിൽക്കൂല, ഇത് 1000 കോടി വരെ പോകൂ. അന്ന് മടൂർ ഷേഖ് ഒറ്റ എറണാകുളം സമ്മേളനം തുടങ്ങുമ്പോ CM ഇബ്രാഹിം എറണാകുളം പോകുക, പ്രസംഗിക്കുക, താജുൽ ഉലമ ഹക്കാണ്, കാന്തപുരം ഉസ്താദ് ഹക്കാണ്, അവരെന്നെ വിജയിക്കൂ വിജയിക്കൂ വിജയിക്കൂ, യാതൊരു സംശയമില്ല പറഞ്ഞ എത്ര കൊല്ലായി? ആ സമയത്ത് ഞാൻ പറഞ്ഞു, ആ ഭാഗത്തും ആലിമുകളുണ്ട്, ഈ 2 വിഭാഗത്തിനെ ഒന്നാക്കാനുള്ള പരിശ്രമം നടത്തിക്കൂടെ? ഇപ്പൊ അത് സാധിക്കൂല. സമയം വരുമ്പോ ഒന്നാവൂ, സെഹറാണ്, അതിന് പരിശ്രമിക്കേണ്ട. സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തണം, അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണം. അന്ന് ആ മഹാനവറുകളുടെ ദുആ ബടകര മുഹമ്മദാജി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, ഇത് ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് എന്തുകൊണ്ടാ ഇല്ലാത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചോ. യാതൊരു ഗ്രാജുവേഷൻ ഇല്ല, BA ഇല്ല, ഡിഗ്രി ഇല്ല, സാധാരണ മൊയ്ലാമാർ. ഇന്ന് ലോകത്തിലെ 54 മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് മലിക് ദിനാർ റളിയല്ലാഹു തആല അന്ന് കൊണ്ടുവന്നു കൊടുത്ത ആ ദീന് പഠിച്ച് മലിക് ദിനാർ റളിയല്ലാഹു തആല അന്നുവിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ച് സന്ദേശം കൊണ്ടുപോകുന്ന മൊയ്ലാമാരെ സൃഷ്ടിച്ചത് അത് സുന്നത്ത് ജമാഅത്തല്ലേ? ഞമ്മക്കിന്ന് അഭിമാനിക്കേണ്ടതല്ലേ? അഭിമാനിക്കേണ്ടതാണ്. പക്ഷെ വിപരീതം, വിമർശനങ്ങൾ പലതും നടന്നു. ഇന്ന് ഉസ്താദ് അവർ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യാനി ഫാദർ പറയുന്നുണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ട്. അവർ പറയേണ്ടതിനെക്കാട്ടി മുമ്പ് നമ്മളെ ആൾക്കാരെന്നെ പറയുന്നുണ്ടല്ലോ. അതല്ല ഉള്ളത്. വീട്ടിലുള്ളവൻ തന്നെ ഇവിടുന്ന് തിന്ന്, ഇവിടുന്ന് പഠിച്ച്, ഇവിടുത്തെ ദീന് കലമ ചെല്ലിയവനല്ലേ ഇന്ന് പറയുന്ന മുജാഹിദ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആസാറിനെ പറ്റിയിട്ട് കളിയായിക്കൊണ്ടും, കോർട്ടിൽ പോയി പള്ളി കെട്ടാൻ പാടില്ല, സ്റ്റേ എടുക്കാനും. ഖിയാമത്ത് നാളിന്റെ അടിയാളങ്ങളിൽ ഇതൊരു ഏറ്റവും വലിയ അടിയാളമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഉലമാക്കളെ ഒരു ഡ്യൂട്ടി ഉണ്ട്, ഉംറാക്കൾക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്. ഞങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്താ? ആലിമുകളെ ഹക്ക് മനസ്സിലാക്കി
ഹക്കായിട്ട് ഭാഗത്തിലുള്ള ആലിമുകളെ സഹായിക്കേണ്ടതും സഹകരിക്കേണ്ടതും അത് ഉംറാക്കളെ ഏറ്റവും വലിയ ബാധ്യത ആണ്. ആ ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് 500 കിലോമീറ്റർ ഓടിക്കൊണ്ട് ഇവിടെ ഞാൻ എത്തിയത്. ഇവിടെ ഞാൻ വന്നത് MLA ആനോ മന്ത്രി ആനോ അല്ല. ഇവിടെ വന്നുകൊണ്ട് യാതൊരു നേട്ടമില്ല. പക്ഷേ ദുനിയാവല്ല ആഖിറത്ത് കിട്ടൂ. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിഫാഅത്ത് കിട്ടൂ. ദുനിയാവ് നന്നായാലും ആയിട്ടില്ലെങ്കിലും സാരമില്ല, ആഖിറത്ത് നന്നാവും എന്നുള്ള ഒറ്റ ഒരു നിയത്ത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയത്. ഇത് മാത്രമല്ല, ഇന്ന് കർണാടകത്തിൽ 17 ജില്ലയിൽ SSF സ്ഥാപിച്ചു കഴിഞ്ഞു. 1,20,000 SSFന്റെ മെമ്പർമാർ ഇന്ന് കർണാടകത്തിലുണ്ട്. ചെറിയ പേര് SSF നിങ്ങൾ നീളം വെച്ചിട്ടല്ലോ എന്നിട്ട് നിങ്ങളെവിടെയുള്ള കൊണ്ടോട്ടി മലപ്പുറം കാസർഗോഡ് അല്ലാണ്ട് അപ്പുറം കിടക്കാൻ പറ്റി നിങ്ങളെ കൊണ്ട്? അതുകൊണ്ട് അവർ നന്നാണെന്ന് ഞങ്ങളെ എല്ലാവരുടെ ആഗ്രഹം. ഏത് മീറ്റിംഗ് നടന്നാലും ചീത്ത പറയല്, തെറി പറയല്. ഞങ്ങൾ ഉലമാക്കളോട് പറഞ്ഞ് നിങ്ങൾ അതിന് ബേജാറാണ്ട. മുതലുള്ള സ്ഥലത്ത് തന്നെയാ കള്ളം കയറ. കായുള്ള മരത്തിനെ കല്ലേറിയ, കായില്ലാത്ത മരത്തിന് ആരും കല്ലേറിയൂല. ഇതാ ഈ ഫലം കൊടുക്കുന്ന മരങ്ങളാണ്. ഇന്ന് ദീനിന്റെ മരങ്ങള് എങ്ങനെ ഇതൊരു ബുഖാരിന്റെ ഓരോരോ കശ്മീർ പോയി 15 സ്കൂൾ ഉണ്ടാക്കി ആരെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ? ഇത് 15 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, 10 മദ്രസകൾ. ഇത് AP ഉസ്താദിന്റെ ഒറ്റൊരു കൈകൊണ്ടല്ലേ ഇന്ന് ഇന്ത്യയിൽ 400 കശ്മീരി യതീം മക്കളെ കൊണ്ടായിട്ട് പോറ്റുന്നത്. ഇത് മലയാളിയായ ഞങ്ങൾക്ക് ഒരു ഏറ്റവും വലിയ അഭിമാനമല്ലേ? ബുഖാരി അവാർഡല്ല, പത്മശ്രീ ഭാരത് രത്ന അവാർഡ് കിട്ടേണ്ടതാണ് AP ഉസ്താദിന്. കാരണം ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി എന്താണെന്ന് ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ പണി. എത്ര ദർസുകള്, സായദിയ, സിറാജ്, മർക്കസു സഖാഫത്ത് സുന്നിയ, 12,000 കുട്ടികൾ ഇന്ത്യയിൽ ഒരേ ക്യാമ്പസിൽ, ദീനിയായ ക്യാമ്പസിൽ 12,000 കുട്ടികൾ പഠിക്കുന്ന ഒറ്റൊരു മദ്രസ ഇന്ത്യയിൽ എവിടെയില്ല. അതുണ്ടെങ്കിൽ കോഴിക്കോടിൽ മാത്രം മർക്കസു സഖാഫത്ത് സുന്നിയ മാത്രമാണ്. കാരണം ഞാൻ 6 കൊല്ലം മന്ത്രിയായി നോക്കിയതല്ലേ. 50 കൊല്ലം പതുക്കുള്ള ദേവന്നിലും കൂടി 6,000 മാത്രമേ ഉള്ളൂ. അവിടെ വരും തൗഹീദ്. പക്ഷെ ഇവിടെ തൗഹീദും റിസാലത്തും രണ്ടിനും മുറുക്കി പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പൂർണ്ണമായ പഠനം, വിദ്യാഭ്യാസം നൽകുന്നത് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും സഹായിക്കുന്ന ആൾക്കാരും. അൽഹംദുലില്ലാഹ് ഇന്ന് കൊണ്ടോട്ടി വളരെ സന്തോഷായി. അന്ന് സീരിയാജിക്ക് ഒരു പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ MLA ഇലക്ഷനിൽ. അതിന്റെ ശേഷം വന്നത് ഇന്നാണ്. അന്ന് സീരിയാജി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഭരണം വരാണ്ട് നിൽക്കാൻ പറ്റൂല. സീരിയാജി എന്തെങ്കിലും മുജാഹിദ് ആയിക്കോട്ടെ, പക്ഷെ അയാൾ എന്നെ കണ്ട ഭയങ്കര അഭിമാനം. ഒന്ന് നിങ്ങൾ ദ്വാരുന്നാ മതി, ഒന്ന് നിങ്ങൾ സദസ്സിൽ വന്നിട്ട് പ്രസംഗിച്ചാ മതി. അന്ന് ഞാൻ കോൺഗ്രസാ. അന്ന് സീരിയാജി പ്രസംഗിച്ചത് എന്താ? സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായ CM ഇബ്രാഹിം എനിക്ക് വേണ്ടിയിട്ട് വോട്ടിന് വന്നിട്ടുണ്ട്, ഞാൻ അവരെ സ്വാഗതിക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖബറിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ. നമ്മളെല്ലാവർക്കും ദ്വാരക്കുന്നവരാ. അതുകൊണ്ട് ഒരു മുജാഹിദ് ഞാൻ പറഞ്ഞു, ഒരു മയ്യത്ത് ഒരു ഖബറിസ്ഥാനിൽ പോയി ഒരു യാസീൻ ഓതി നിങ്ങൾ 40 ഖതം ഇങ്ങോട്ട് വന്നാൽ അടുത്തുള്ള ഖബറുകാരൻ പോയി അവനക്ക് നന്ദി പറയൂ. നിങ്ങൾ മകൻ വന്ന് ഒരു യാസീൻ ഓതിയത് കൊണ്ട് അല്ലാഹു തആല റഹ്മത്ത് ഇറക്കിയിട്ടുണ്ട് എന്ന്. അപ്പൊ മുജാഹിദ് പറഞ്ഞു, ഞാനത് വിശ്വസിക്കില്ല, അതിന് തെളിവ് എന്താ? ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഇനി മരിക്ക്, ഞാൻ വന്ന് യാസീൻ ഓതാ, എന്നാ എനിക്ക് മനസ്സിലാവുമല്ലോ. അല്ല നിങ്ങൾ മരിച്ചോടെ? ഞാൻ പറഞ്ഞു, എനിക്ക് യഖീനുണ്ട്, എനിക്ക് യാസീൻ മരിച്ചാൽ ഞാൻ കേൾക്കൂന്ന്. യഖീൻ ഇല്ലാത്ത ഇനിയല്ലേ? എന്നാ പിന്നെ ഇനി മരിക്ക്, ഞാൻ വന്നിട്ട് യാസീൻ ഓതാ, അന്നേരം എനിക്ക് മനസ്സിലാവും ആ യാസീന് കേൾക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട്
ഇന്ന് ഒരു ചെറിയ സ്ഥലം മൂന്നാർ പള്ളി ആദ്യമായി പോയത് ഞാനാണ്. 10,000 ആക്കുള്ള അരി എല്ലാ ആഴ്ച അവിടെ എത്തുന്നുണ്ട്. 10,000 ആള് കാരട് സാധുക്കള് പറഞ്ഞ കരാമത്തിലാണ് ആരെങ്കിലും ഇത് നടത്താൻ പറ്റും. എന്ന് മുതൽ തുടങ്ങി 2000 ഈസ് മുതൽ തുടങ്ങിയ ആ നാട്ടുകാരെ എന്നെ ഇന്ന് ക്ഷണിച്ച് കൊണ്ടുപോയി അവിടെ എന്നെ ആദരിച്ച്, അതുമാത്രമല്ല എന്നോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം AP ഉസ്താദ് ഖമറുൽ ഉലമ താജുൽ ഉലമ കൊണ്ടുവരണം, അവരെ കൊണ്ട് ഈ ദ്വാരം അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ടാക്കുന്നത് അത് അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് താജുൽ ഉലമയാണ്, അതാണ് ഒറിജിനൽ. അതുകൊണ്ട് ബാക്കി എന്തുണ്ടെങ്കിലും എനിക്ക് എന്റെ ഷേഖ് എന്ന് പറഞ്ഞ് മടൂർ ഷേഖ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അന്ന് മുതൽ ഇന്ന് വരെ അതേ രീതിയിൽ നടന്നുകൊണ്ട് വന്നുകൊണ്ടുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ കൊണ്ടോട്ടിയിലുള്ള മലപ്പുറത്തുള്ള ജനങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇത് ദുനിയാവിൽ മാത്രമല്ല, ഇതിന്റെ ഫലം നിങ്ങൾക്ക് ആഖിറത്തിൽ ഉണ്ടാവും. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു സാധാരണ മലബാരി എന്ന് പറഞ്ഞ് നിസ്സാരമാക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആ മലബാരിയാണ് കശ്മീരിൽ പോയി സ്ഥാപന, ഉത്തർപ്രദേശിൽ സ്ഥാപന, ബീഹാറിൽ, രാജസ്ഥാനിൽ. ഇതുവരെ AP ഉസ്താദ് എടുപ്പിച്ച 1200 പള്ളികള് 1200 പള്ളികള് ഇന്ന് കർണാടകത്തിൽ പള്ളികൾ എടുപ്പിച്ചു. ബള്ളാരി എന്ന് പറയുന്നൊരു വളരെ ബാക്ക്വേർഡായ ഡിസ്ട്രിക്ട്, അവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ കാണാം ഓരോരോ സഖാഫി. ഭാഷ അറിഞ്ഞൂടാ. ഞാനാ പോയി അതിശയപ്പെട്ടു പോയി. സഖാഫി എവിടെയാ ഭക്ഷണം കഴിക്കുന്നത്? അയാളെ ഒരു രാവിലെ ഇയാളെ വീട്ടിൽ ഭക്ഷണം, ഉച്ചക്ക് ഇയാളെ വീട്ടിൽ ഭക്ഷണം, വൈകുന്നേരം ഇയാളെ വീട്ടിൽ ഭക്ഷണം. ഉറങ്ങുന്ന എവിടെയാ? ഇന്ന് ഇവിടെ ഉറങ്ങും, നാളെ അവിടെ ഉറങ്ങും. ഇങ്ങനെ 2 കൊല്ലം 3 കൊല്ലം ഇന്ന് ഈ ബുഖാരികള്, സഖാഫികള്, സയ്യിദുകള് സേവന ചെയ്യുമ്പോ ഞമ്മക്ക് ഇവർക്ക് സഹകരിക്കേണ്ടത് ഞങ്ങളെ കടമല്ലേ? എന്റെ പ്രിയപ്പെട്ട മോമിനുകളെ, വിശദമായി സംസാരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇത്രമാത്രം പറയുന്നു. നിങ്ങള് അവരോട് എനിക്ക് പറയാനുള്ളത്, പരിഹാസം ചെയ്യേണ്ട. നിങ്ങളെല്ലാം പൊളിഞ്ഞ് കുറച്ചേ ബാക്കിയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ ഉപദേശം പറയുന്നില്ല. കാരണം 1997 ജാമിയ നൂരിയന്റെ സദന സ്ഥാനം ഉദ്ഘാടനം ഞാനാ ചെയ്ത്. ബഹുമാനപ്പെട്ട പാലക്കാട് ശിഹാബ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ഹയാത്തിലുണ്ടായിരുന്നു. മഹാനവറുകൾ കത്തെഴുതി എന്നെ വരുത്തിച്ചു. പറഞ്ഞു, മടൂർ ഷേഖ് സ്നേഹിച്ച ഒരാളാണ്, നിങ്ങളെ കൈകൊണ്ട് ജാമിയ നൂരിയന്റെ സന്നദ്ധാനം ഉദ്ഘാടനം നടത്തണം. ഏറ്റവും പഴയ ദർസാണിത്. അന്ന് ആ ദർസിലും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മടൂർ ഷേഖ് പറഞ്ഞ പോലെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യമുണ്ട്. അക്കാലത്ത് അവിടെയും പറഞ്ഞു. എനിക്ക് പറയാൻ ഒരു പേടിയില്ല. അല്ലയോ അള്ളാന്റെ റസൂലല്ലാണ്ട് വേറെ ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞുകൊണ്ട് കസാല പോയാലും പ്രശ്നമില്ല. ആഖിറത്തിലുള്ള കസാല അത് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിഫാഅത്ത് ഉറപ്പാണെന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം ഇന്ന് ഞങ്ങളെ മനസ്സിലുണ്ട്. 40 കോടിന്റെ പള്ളിക്ക് ഭയങ്കര കളിയാക്കി. ഇപ്പൊ 300 കോടിന്റെ നാലേജ് സിറ്റി വരാൻ പോകുന്നുണ്ട്. അന്ന് ഞാൻ 5 കോടി പറയുന്നപ്പോൾ അതിനുള്ള ഒരു ജോമോ ഞാൻ പറഞ്ഞു പോരട്ടെ. അപ്പൊ നിങ്ങളൊന്ന് കെട്ട്, നിങ്ങളൊന്ന് എങ്ങനെ കെട്ട്, നിങ്ങൾക്കും അങ്ങനെ ധൈര്യമില്ല. ചെയ്യാൻ വേണ്ടേ? വിമർശിക്കുന്നതും ചീത്ത വരുന്നതും വളരെ എളുപ്പാ. അതുകൊണ്ട് ഞാൻ മുത്താലിമുകളോടും നിങ്ങളോടും ഓല് എന്ത് പറഞ്ഞാലും നമ്മളതിന് ഈ ചെവിയിൽ കേൾക്കാം, ഈ ചെവിയിൽ വിടാ. അള്ളാഹിനോട് പഠിച്ചവനെ അവർക്ക് നല്ല തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. എന്നെ വിമർശിക്കുന്ന കൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല കർണാടകത്തില്. പക്ഷെ ഇവിടെ വിമർശനം നടക്കൂ. കർണാടകത്തിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓല് ഇങ്ങോട്ട് വരുത്തുണ്ടാവില്ല. കാരണം അവിടെ ഞാറാന്ന് ഏൽക്കല്ല, ഇവിടെ എല്ലാം നടക്കും, എല്ലാ വിമർശനങ്ങളും നടക്കൂ. പക്ഷെ അവിടെ താജുൽ ഉലമാനെ പറ്റിയിട്ടോ AP ഉസ്താദിനെ പറ്റിയിട്ടോ വിമർശിച്ചാൽ ക്യാ ബോൾ റാരേ പൈല മാർക്ക് ബായർ भेजो എന്ന് പറയും. അപ്പൊ അവിടുത്തെ ആ അനിഫികൾക്ക് അത്രത്തോളം AP ഉസ്താദിനെ കണ്ടാൽ അത് കൂറത്തങ്ങള്, ബീജാപ്പൂർ, ഗുൽബർഗ, കർണാടകത്തിൽ ഇതാ ഇന്നലെ മൈസൂരിൽ SSFന്റെ കോൺഫറൻസ് ഉണ്ടായിരുന്നു.
ഇന്ന് 1 തീയതി ബാംഗ്ലൂരിൽ വെച്ച് ഒരു വലിയ കോൺഫറൻസ് ഉസ്താദ് അവിടത്തേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരവിടെ ചെയ്യുന്നത്? ഉസ്താദിന് അവിടെ എന്ത് പാർലമെന്റിൽ നിൽക്കാനുണ്ട, അല്ലെ MP ആകാനുണ്ട്, MLA ആകാനുണ്ട? ഇതൊന്നും മദ്രസ നോക്കിയിട്ട് സുഖത്തിൽ കഞ്ഞിയും കുടിച്ചിട്ട് ഇരുന്നൂടെ കോഴിക്കോടില്? ഇതെല്ലാം ഈ പായേണ്ടത് ആവശ്യം എന്താ? ഇത്ര വയസ്സായിട്ടും കൂടി ഇന്ന് റാവും പകലും ഓടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടല്ലേ? ഞങ്ങൾ വിമർശിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല നോക്കുന്നില്ലേ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നില്ലേ? ഔലിയാക്കന്മാർ നോക്കുന്നില്ല? നോക്കുന്നുണ്ട്, തുണയുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമാണ്, മടൂർ ഷേഖ് ബടകര മുഹമ്മദ് അലി മഹാനവർകൾ സാദാത്യങ്ങൾ 1, 2, 3 മെഞ്ഞാന്ന് 313 സാദാത്യങ്ങൾ കൂടിയിട്ടാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ വെച്ചത്. എല്ലാം ഒറിജിനൽ പണി ഇന്ന് സുന്നത്ത് ജമാഅത്ത് താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. ഉസ്താദ് അവർക്ക് ഇത്രയും പറയാനുള്ളൂ, എനിക്ക് ശക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആയിക്ക്. ഒരു പ്രാവശ്യം എനിക്ക് ശക്തി കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ 40 കീപ്പ് ഒന്നുമില്ല, അതിന്റെ അപ്പുറം കൊടുക്കാനുള്ള ശക്തി അല്ലാഹു തആല കൊടുക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് കർണാടക സംസ്ഥാനത്തില് വഖഫ് ബോർഡിന്റെ ബഡ്ജറ്റ് 550 കോടി രൂപ. BJP ഗവൺമെന്റ് ഉണ്ടായിട്ടും ആ ബഡ്ജറ്റ് മാറാൻ സാധിച്ചിട്ടില്ല. ഒരു പള്ളി എടുക്കാൻ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുക്കൂ. ഉള്ളാളത്തിന്റെ ഉറുസ് കഴിഞ്ഞ പ്രാവശ്യം നടന്നേനോ 1 കോടി രൂപയാണ് ഗവൺമെന്റ് ഉള്ളാള് ഉറുസിന് കൊടുത്തത്. കാരണം അവിടെ ഒരു പാരമ്പര്യം, സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം വന്നുപോയിട്ടുണ്ട്. അതേപോലത്തെ പാരമ്പര്യം കേരളത്തിലും വരണം ഇൻഷാ അല്ലാഹ്. അത് വരൂ, ഞമ്മക്കെല്ലാം കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഇംഗ്ലീഷ് മീഡിയം ഫാറൂഖ് ബുഖാരിന്റെ പ്രസംഗം ഞാൻ കേട്ട് ഒരു സ്ഥലത്ത്. അന്നേരം എനിക്ക് മനസ്സിലായ, ഇത് ബുഖാരി എന്ന് പറഞ്ഞ സാധാരണ അല്ല, ഇല്ല എന്തോ ഉണ്ട്. ഇവരെ പറ്റിയിട്ട് വായിച്ചു നോക്കുമ്പോ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ഇതിലേറെ നിങ്ങളത് ചെയ്തെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. ഇന്ന് മലപ്പുറത്ത് ആള് അഭിമാനിക്കേണ്ടതാണ്. ഇന്ന് ഈ ഒരു ദീനി ഇംഗ്ലീഷും www.com ആരാണ് ഇത്? 25 കൊല്ലം മുമ്പ് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? പക്ഷേ മഹാനായ ഉസ്താദ് അവർകൾ, AP ഉസ്താദ് അവർകൾ അന്ന് കണ്ട ആ കിനാവ് ഇന്നത് പൂർണ്ണമാകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദിന്റെ ആയുസ് നീട്ടിക്കൊടുക്കുമാറാകട്ടെ എന്ന് നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മർക്കസിന്റെ സമ്മേളനത്തിന് തിരക്കുണ്ടായിട്ട് വന്നിട്ടില്ല. ഒരു സിക്ർ അൽഖക്ക് വന്നു പോയി, പിറ്റേന്ന് കാണാൻ ന്യൂസ്, ഓഹോ അതെന്തോ ആയിപ്പോയി, ഭയങ്കര കുലുമാലായിപ്പോയി, ഓലും ഉണ്ടുന്നില്ല. ചെറുത് കിട്ടിയാൽ ഇങ്ങനെ കീറി പരിക്കല. ഞാൻ പറഞ്ഞു ഈ തന്നെ ഒരു വിഭാഗം ഉണ്ടാണ്, അതിന് തന്നെ ഒരു വലിയ ദർസുണ്ട്, എങ്ങനെ ചീത്ത പറയണം, എങ്ങനെ ഫസാദ് ഉണ്ടാക്കണം, അതിന്റെ റിസർച്ച് അവിടെ നടക്കുന്നുണ്ട്. അവിടെയുള്ള മൊയ്ലാമാർക്ക് അതേ പണിയുള്ളൂ. എന്താ പറയാ, പാവം 2 മന്ത്രിമാര് വന്നിട്ട് ഇവിടെ പ്രസംഗിക്കുമ്പോഴത്തേക്ക് ചുണ്ണ് ഇവിടെയോ പണി അവിടെയോ. ഞാൻ പറഞ്ഞു ഇവിടെ വരുന്നവന് ദുനിയാവിലേക്കല്ല, AP ഉസ്താദിന്റെ അടുത്ത് വരണമെങ്കിൽ ദുനിയാവിന് വേണ്ടി വരണ്ട, ആഖിറത്ത് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതാണ് ഏറ്റവും വലിയ നിബന്ധന. ഇവിടെ 60 കൊല്ലത്തിന്റെ ജീവിതത്തിനല്ല നടക്കുന്ന സേവന, മരണത്തിന്റെ ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പാടുപെടുന്നത്. ആ പാടുപെടുന്ന അണികളിൽ ഞാനും ഒന്നാണ്. ഞാൻ എത്ര വലിയ മന്ത്രി ഉണ്ടാവും, എത്ര വലിയ സ്ഥാനത്തിലുണ്ടെങ്കിലും ഈ സാദാത്യങ്ങളെ ആലിമുകള് കാലിന്റെ അടിയിലെ മണ്ണാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അതുള്ളതുകൊണ്ട് കൊടുക്കുമാറാകട്ടെ. MLA MP 5 കൊല്ലം കഴിഞ്ഞു പോകും. അത് നിങ്ങൾ കൊടുത്ത പിച്ച കൊണ്ടാണ് MLA ആന്ന്. ദാനം നിങ്ങൾ ചെയ്യുന്ന ദാനമാണ്. 5 കൊല്ലം അവന് കാഴ്ചയുള്ളൂ. പക്ഷെ ഒരു ആലിമ് സനത് മേടിച്ചാൽ അവന്റെ മരണം വരെ അല്ല, ഖബറിലും കൂടി ആ സനത് അവനക്ക് ഉപയോഗമായിരിക്കും. അവനക്ക് മാത്രമല്ല അവന്റെ കുടുംബക്കാർക്ക് അഹലുകാർക്കും കൂടി അതിന്റെ ബർക്കത്തും നിയമത്തും അല്ലാഹു കൊടുക്കും. ഒരു MLA മരിച്ചവനക്ക് എന്തെങ്കിലും സ്വർഗം കിട്ടും എന്നുള്ള വർജന.
ഒരു MP ആയി മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ സ്ഥലമുണ്ടെന്ന് പറഞ്ഞില്ല, ഇല്ലാലോ. ഇത് ദുനിയാവിലുള്ള മസാലക്കും കസാലക്കും വേണ്ടിയിട്ടുള്ള ഈ കുലുമാലിന് വേണ്ടി എന്തിനായി ഉലമാക്കളെ ഇങ്ങനെ ഭിന്നിപ്പിച്ചിട്ട് നോക്കാൻ നോക്കുന്നു? അതുകൊണ്ട് ആലിമുകളോട് ഇത്ര എനിക്ക് പറയാനുള്ളൂ. മന്ത്രിമാരെ പിന്നിൽ MLA-മാരെ പിന്നിൽ നിങ്ങൾ ഓടണ്ട. നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് ഇരുന്നാൽ ആ മന്ത്രിമാരെ MLA-മാരെ നിങ്ങളെ പിന്നിൽ വന്ന് നിൽക്കൂ. അതാണ് ദീനിന്റെ ശക്തി, അതാണ് ദീൻ. ഇന്ന് മർക്കസിൽ ഏതോരാ കേറാത്തില്ലാത്ത ഇന്ത്യന്റെ പ്രൈം മിനിസ്റ്റർ വരെ കേറിപ്പോയി. ഇനി ആരാ ബാക്കിയുള്ള? കലാം വരെ വന്ന് കേറിപ്പോയി. ഇനി ആരാ? ഏത് സ്ഥലത്ത് ഔലിയാക്കൾ കാലി വെച്ചിനോ അന്ന് മടവൂർ ഷേഖ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ മൂസാ നബിന്റെ സുന്നത്താണ്, ഞാൻ ഖിസർ നബിന്റെ സുന്നത്താണ്. AP ഉസ്താദ് അവരെ, നിങ്ങളെ മൂസാ നബി ചെയ്ത പണി നിങ്ങൾ ചെയ്തോളെ, ഖിസർ നബി ചെയ്ത പണി ഞാൻ ചെയ്തോളാം, പേടിക്കേണ്ടത് ആവശ്യമില്ല. ഇന്ന് കാണുന്നത് ഇത്ര നടന്നിട്ടും കൂടി AP ഉസ്താദിന്റെ മുഖം കണ്ട നല്ല പുതിയാപ്പളുടെ മുഖം കണ്ട പോലെ അൽഹംദുലില്ലാ ആ 100 റഹ്മത്തുണ്ട്. അല്ലാഹു തആല അവർക്ക് ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കുമാറാകട്ടെ. കാരണം ഈ ഭാഗത്ത് പുതിയാപ്പളാന്ന് പറഞ്ഞപ്പോ വാചകം ഇല്ലാന്ന് തോന്നുന്നു. കണ്ണൂർ തലശ്ശേരി മരിച്ചാലും പറയും ഇത് പുയ്യാപ്പളുടെ ഖബറാന്ന്. ഞങ്ങളെ നാട്ടിലെ ഞങ്ങളെല്ലാം പുയ്യാപ്പളാറാ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഈ ബുഖാരിക്ക് എല്ലാ സഹായം ചെയ്യണം. അൽഹംദുലില്ലാ ഈ കുട്ടികള് ഇവിടുന്ന് ഈ സനത് മേടിച്ചു പോന്ന് ദീന് നിലനിർത്താനുള്ള, സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താനുള്ള, അതാണ് ഇമ്പോർട്ടന്റ്. സുന്നത്ത് ജമാഅത്ത് പേടിക്കേണ്ടത് ആവശ്യമില്ല ആർക്കും. ഞാൻ സുന്നിയാണ്, യെസ്, തീർച്ചയായും പൂർണ്ണമായ സുന്നിയാണ്. അത് ഏത് ജമാഅത്തിന്റെ മീറ്റിംഗ് ആയാലും യാ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി ഖദ്ദസല്ലാഹു സിറൽ അസീസ് എന്ന് പറയുന്ന ശക്തിയുള്ള ഒരു ആലിമുകളെ സംഘം അല്ലാഹു തആല സൃഷ്ടിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് AP ഉസ്താദ് നിങ്ങൾ മുമ്പിൽ പ്രസംഗിക്കൂ. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആയിരക്കണം. ഇനി 2 മാസം കർണാടകത്തിൽ ഞങ്ങൾ പിച്ചെടുക്കുന്ന മാസം. അല്ലാഹു തആല പിച്ചയിൽ ബർക്കത്ത് കൊടുക്കട്ടെ. എനിക്ക് തിരിച്ച് ശക്തി നിങ്ങളെ കൈക്ക് കിട്ടട്ടെ. അത് കിട്ടിയാൽ ദീനിനും സുന്നത്ത് ജമാഅത്തിനും ഗുണമുണ്ടാവും. അല്ലാഹു തആല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.